നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സിലബസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് കൂട്ടുകാർ നോക്കുക. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് വായിക്കുന്നില്ല, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്താൽ നല്ലതായിരിക്കും. ആ സിലബസ് അനുസരിച്ച് പഠിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ തന്നെ ഞാൻ എന്നും പറയാറുള്ള പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് പഠിക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് എക്സാം വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കിക്കുക, ആദ്യത്തെ ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ 10 മാർക്കാണ് അതിനുള്ളത്. അതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാർ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ അല്ല ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലാത്തൊരു രീതിയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ ഓർഡർ തന്നെ കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളല്ല ഇരിക്കുന്നത്. ഞാൻ പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം കൂട്ടുകാരിതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമ്മളിതിനകത്ത് ശിശുവികാസത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കറൻ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശുവികാസ മേഖലകൾ ഏതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് അടുത്ത ക്ലാസ് വരുന്നത് നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെയൊക്കെ അളവും കാര്യങ്ങളും, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അധ്യാപകരുടെ ആവശ്യങ്ങൾ, അധ്യാപകരുടെ ക്വാളിറ്റി, അധ്യാപകർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സിലബസ് ഒന്ന് ജസ്റ്റ് കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സിലബസ് അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കാം. പിന്നെ നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ചെയ്തിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ.